നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് എന്നതാണ് ഹർജിയിൽ അതിജീവിതയുടെ ആരോപണം. ചേതൻ തന്നെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത്. ചേതൻ, ഈ ഹർജിയിൽ മറ്റു നിരവധി പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതിജീവിത ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും കോടതി ഹർജി പരിഗണിക്കുക? കാവ്യ, ഈ നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഈ മെമ്മറി കാർഡ് ചോർന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ ഈ അന്വേഷണ സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നു എന്നാണ് ഈ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ IG റാങ്കിൽ കുറയാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ഈ അതിജീവിത കാണിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം, അതായത് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചു എന്ന് ഈ റിപ്പോർട്ട് ശരിവെക്കുന്നു. 3 തവണയാണ് അങ്ങനെ അനധികൃതമായി ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം സാധൂകരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ തവണ 2018 ജനുവരി 9 രാത്രി അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ് ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചു. അതുപോലെ തന്നെ 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയായ PA മഹേഷ് ഈ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയമായി അദ്ദേഹം പറയുന്നത് ജില്ലാ ജഡ്ജി നിർദ്ദേശപ്രകാരമാണ് താൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ 2022 അദ്ദേഹം താൻ ഈ പരിശോധിച്ച ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുപോലെ തന്നെ 2021 ജൂലൈ 19 വിചാരണ കോടതി മേധാവിയായ താജുദ്ദീനും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ കണ്ടെത്തലിനെതിരെ ആണ് ഈ അതിജീവിത ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയമായി ഇങ്ങനെ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധനയിൽ അന്വേഷണം വേണം. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഉച്ചയോടുകൂടി ഈ കേസ് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.